ആടിയും പാടിയും ആർത്തുല്ലസിച്ചും കുട്ടിക്കുരുന്നുകൾ. അമൃത ടെലിവിഷൻ ഒരുക്കിയ കളിയിലൽപ്പം കാര്യം സീസൺ 2 കണ്ണൂർ എഡിഷനിലാണ് വിദ്യാർത്ഥികൾ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കുവച്ചത്. അറിവും ആനന്ദവും ആഘോഷവും സമന്വയിപ്പിച്ച ദ്വിദിന ക്യാമ്പ് കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വ്യത്യസ്ത വിഷയങ്ങളിൽ വിജ്ഞാനപ്രദമായ ക്ലാസും പരിശീലന പരിപാടികൾ കൊണ്ടും സമ്പന്നമായിരുന്നു കളിയിലൽപ്പം കാര്യം സമ്മർ ക്യാമ്പ്. രണ്ടാം ദിനത്തിലെ പരിപാടികൾ ബ്രഹ്മചാരി ശിവാനന്ദൻ ഭദ്രദീപം കൊളുത്തി ആരംഭിച്ചു. തുടർന്ന് മൈൻഡ് ആൻഡ് ഫിസിക്കൽ പരിശീലനത്തിന് നേതൃത്വം നൽകി. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒന്നേ ശിവൻ ശിവനിങ്ങനെ എപ്പോഴും ധ്യാനിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ പ്രപഞ്ചത്തിലേക്ക് ചെയ്യുന്ന നമ്മുടെ ആദ്യ ആരോഗ്യ സംരക്ഷണം, സ്വയരക്ഷ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കളരി പ്രദർശനവും പരിശീലനവും സംഘടിപ്പിച്ചു. മെയ്യും മനസ്സും സമന്വയിച്ച അഭ്യാസ പ്രകടനങ്ങൾ വിദ്യാർത്ഥികൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ലിഞ്ചു സച്ചിയുടെ നേതൃത്വത്തിൽ ക്വിസ് മത്സരവും രാഹുൽ എന്നിന്റെ നേതൃത്വത്തിൽ AI ആൻഡ് റോബോട്ടിക്സ് ക്ലാസുകളും പ്രദർശനവും ഒരുക്കി. പിന്നണി ഗായിക അഖില ആനന്ദിന്റെ സാന്നിധ്യം ക്യാമ്പിനെ സംഗീതമുഖരിതമാക്കി. അറിവിനൊപ്പം ആത്മീയ ഉണർവേകുന്നതായിരുന്നു സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയുടെ പ്രഭാഷണം. പ്രകൃതിയെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികളെ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അപ്പം നിങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കണം ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസയില്ല. നിങ്ങളൊരു 50 രൂപ ഒരു കൂട്ടുകാരനോട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയോട് കടം വാങ്ങി, എന്നിട്ട് ഐസ്ക്രീം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യം മറന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ചയായി. ഈ 50 രൂപ വാങ്ങിയത് കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് തിരിച്ചു കൊടുത്തില്ല. ആ പൈസ തന്ന ആള് വെറുതെ ഇരിക്കുമോ? നമ്മൾ മറ്റു കൂട്ടുകാരോടൊപ്പം കളിയും തമാശകളും ഒക്കെ ആയിട്ടിരിക്കുമ്പം ഈ പൈസ തന്ന ആള് വരും, എന്റെ പൈസ തന്നില്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞതല്ലേ. അറിവിനൊപ്പം ആത്മീയവും ശാരീരികവുമായ ഉന്മേഷം പകർന്നു നൽകുന്നതായിരുന്നു 2 ദിവസത്തെ പരിശീലന പരിപാടികൾ. അമൃത ടെലിവിഷൻ ഒരുക്കിയ കളിയിലൽപ്പം കാര്യം സീസൺ 2 കണ്ണൂർ എഡിഷൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിച്ചത്. അമൃത ന്യൂസ്, കണ്ണൂർ.